നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. മോക്ക് ടെസ്റ്റ് 2 ആരംഭിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഏത്? ഹെമിസ് ദേശീയോദ്യാനം. രണ്ടാമത്തെ ചോദ്യം: കല്ലുമാല സമരം നടന്ന വർഷം ഏത്? 1915. 1915. ചോദ്യം 3: വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആര്? കെ. കേളപ്പൻ. ചോദ്യം 4: കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത്? പയ്യന്നൂർ. ചോദ്യം 5: ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ഏത്? 1892. 1892. ചോദ്യം 6: PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. ചോദ്യം 7: മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? വീണപൂവ്. ചോദ്യം 8: കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 9: പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏത്? ആലപ്പുഴ. ചോദ്യം 10: ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആര്? ഇന്ദിരാഗാന്ധി. ചോദ്യം 11: വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? മന്നത്ത് പത്മനാഭൻ. ചോദ്യം 12: ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം ഏത്? 1959. ജൂലൈ 31. 1959. ജൂലൈ 31. ചോദ്യം 13: ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ച വർഷം ഏത്? 1963. 1963. ചോദ്യം 14: വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? 1924. മാർച്ച് 30. 1924. മാർച്ച് 30. ചോദ്യം 15: ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിൽ ആയിരുന്നു? പൊന്നാനി. ചോദ്യം 16: ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി ആര്? സർ CP രാമസ്വാമി അയ്യർ. ചോദ്യം 17: എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? കാൽസ്യം. ചോദ്യം 18: 2024 ദയാവധത്തിന് വിധേയനായ മുൻ നെതർലാൻഡ് പ്രധാനമന്ത്രി ആര്? ഡ്രൈസ് വാൻ EGT. ചോദ്യം 19: ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ആസാം. ചോദ്യം 20: ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആര്? ഗ്യാനി സെയിൽ സിംഗ്. ഇത്രയുമാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക.
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്